തൈര് ഒഴിച്ചിട്ട് ഒരു കഷ്ണം ഉണക്കമീനും. വാവ്, എൻ്റെ ദേവി. അതിനുള്ളിൽ ശരിക്കും അത് കണ്ടിട്ട് ഇഷ്ടം കൊണ്ട് പെൺകുട്ടിയുടെ ഉടുപ്പ് കാണാനല്ലേ. ഞാൻ കൊണ്ടോട്ടെ, ഞാൻ അവന് ചിരി തന്നെ അമ്മ. ഹലോ, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. കോഴി കൂവി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഞായറാഴ്ച ഞാൻ പറഞ്ഞ ശനിയാഴ്ച രാത്രി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഞായറാഴ്ച കുറച്ച് ആശ്വാസത്തോടു കൂടിയുണ്ട് ഞാൻ എഴുന്നേറ്റത്. പിന്നെ രാവിലെ എഴുന്നേറ്റ പാട് 2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു ശീലമാണ് കേട്ടോ. ആ വെള്ളം കുടിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്, എന്തൊക്കെയോ ഒരു കുറവാണ്. അപ്പോൾ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു എനർജി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം കൂടി സ്ഥിരമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പച്ചരി, റേഷൻ കടയിൽ പച്ചരി വന്നിട്ടില്ല കേട്ടോ. റേഷൻ കട സമരമായിരുന്നു, സമരമൊക്കെ കഴിഞ്ഞു. പക്ഷേ പച്ചരി എത്തിയിട്ടുണ്ടായിരുന്നില്ല, കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ റേഷനരി പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ പുട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പുട്ടിന് വേണ്ടി പൊടിപ്പിച്ച അരി ഞാൻ എന്താക്കി, രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള സംഭവം നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ രാവിലെ തന്നെ പുട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്ന പാട് പുട്ടിൽ നല്ലപോലെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അത്യാവശ്യം നല്ല നനവിൽ തന്നെ വെക്കും. ഇളം ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. എന്നിട്ട് അത്യാവശ്യം നനവോട് തന്നെ അവിടെ പൊതിർത്തി നല്ലപോലെ കുഴച്ചിട്ട് അവിടെ നല്ലപോലെ വെച്ചേക്കാം. എന്നിട്ട് പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ച് വാരി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നിങ്ങനെ പിടിച്ച് അമർത്തി നോക്കിയാൽ അറിയാം പിടി നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് അത് പാകത്തിനാണെന്നാണ് കേട്ടോ. എൻ്റെ അറിവാണ്, എനിക്ക് പറഞ്ഞു തന്നെ അമ്മയൊക്കെ പറഞ്ഞു തന്നതും ചെയ്ത് കണ്ടതുമായിട്ടുള്ളൊരു അറിവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാകത്തിനായി നിൽക്കാറുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ചെരുകി, പിന്നെന്താണെന്ന് വെച്ചാൽ വേറെ കാര്യമായിട്ട് പണി ഇന്നില്ല. ഇന്ന് ഞങ്ങൾ പുറത്തെന്ന് പറഞ്ഞാൽ 1-2 സ്ഥലങ്ങൾ, ഒരു കുഞ്ഞുവാവേനെ കാണാൻ പോകാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശൻ്റെ അടുത്തൊന്ന് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കി ചായ ആക്കി ഞാൻ എന്ത് ചെയ്തു, കുളിച്ചിട്ട് വന്നു. പിന്നെ രാവിലെ തന്നെ കുളി കഴിഞ്ഞാൽ അതൊരു ആശ്വാസമാണ്. പിന്നെ തുണികളെല്ലാം തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കഴുകി കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് ഓർത്ത് രാവിലെ തന്നെ ഞാൻ ആഴ്ചയിൽ ഒന്നൊക്കെയല്ലേ അമ്പലത്തിൽ പോകാൻ കഴിയുള്ളൂ എന്ന് ഓർത്തിട്ട് ഇവരാരും എഴുന്നേൽക്കുന്നില്ല കേട്ടോ. അച്ഛനും മക്കളൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോകാമെന്ന് ഓർത്തിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്തെ ഇവരെല്ലാം എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ മോനുസിൻ്റെ കയ്യിലാണ് ഫോൺ. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങോട്ട് നിൽക്കമ്മേ ഇങ്ങോട്ട് നിൽക്കമ്മേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഫോണിൻ്റെ മുന്നിൽ കൂടെ നടന്നാണ് കേട്ടോ കണ്ടത്. അപ്പോൾ പോണ വഴി താഴത്തെ ചേച്ചി പറഞ്ഞ പോലെ അവർക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ചേച്ചി അമ്മ എല്ലാവരും റെഡി ആവുന്നുണ്ടായിരുന്നു. അപ്പം ചേച്ചി തലേന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി നിങ്ങളൊന്ന് സാരി ഉടുക്കാൻ സഹായിച്ച് തരണേന്ന് കേട്ടോ. അപ്പോൾ ചേച്ചി നല്ലപോലെ അതായത് ഫ്ലീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മുന്താണിക്കുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താഴേക്കുള്ളതൊക്കെ ഞാൻ ഞൊറി ഒക്കെ റെഡിയാക്കി കൊടുത്തു, കുത്തികയൊക്കെ റെഡിയാക്കി അങ്ങനെ സാരിയൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, നേരെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകാൻ നോക്കിയിട്ടോ. അപ്പം മാതികുട്ടനും മോനൂസും ചേട്ടായിയും കുടും എല്ലാവരും എഴുന്നേറ്റിട്ടേ ഉള്ളൂ, അവരാരും പോരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ നിന്നില്ല കേട്ടോ. എന്നും ഞാൻ ഇവരെ റെഡിയാക്കി കുളിപ്പിച്ച് മാറ്റി ഒരുമിച്ച് ഞങ്ങൾ 4 ആളും കൂടിയല്ലേ ഇറങ്ങാറ്. എന്നാൽ ഇന്ന് അവർ പോരുന്നില്ലേ, പോരണ്ട അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ താഴെക്കൂടരിഞ്ഞുള്ള ശ്രീ പോർക്കലി ഭഗവതി ക്ഷേത്രത്തിലാണ് പോയത്. പോയി തൊഴുതു, പ്രാർത്ഥിച്ചു. നമുക്ക് കുറേ എന്താ പറയുക, പരിഭവവും പരാതിയും വിഷമവും സന്തോഷവും സങ്കടവും എല്ലാം അവിടെ വെച്ചിട്ട് ഇങ്ങ് പോന്നു കേട്ടോ. ഇനി ഒരാഴ്ചത്തേക്കൊന്നുമില്ല, ഒക്കെ ദേവീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നേരെ വന്നിട്ട് സാമ്പാർ ഉണ്ടാക്കി കേട്ടോ. സാമ്പാർ ഉണ്ടാക്കിയ സത്യം പറഞ്ഞാൽ ഒരു മടിയൻ സാമ്പാറായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പൊടിയെല്ലാം പാകത്തിനാക്കി വെച്ചു, വറവിൽ പൊടിയെല്ലാം ഒപ്പിച്ച് വെച്ചു. പിന്നെ ഉണ്ടല്ലേ വെണ്ടയ്ക്ക വരെ ഞാൻ കുക്കറിലിട്ടു കേട്ടോ. ശരിക്കും ഇങ്ങനെ വന്നാൽ വെണ്ടയ്ക്ക വെന്ത് പോവും. ഭാഗ്യത്തിന് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും നല്ലപോലെ വെന്ത് പോയിട്ടോ. പിന്നെ എല്ലാ കഷ്ണവും കൂടെ ഒരുമിച്ചിട്ട്
എല്ലാ കഷ്ണവും ഒരുമിച്ചിട്ടിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിച്ചു. എന്നിട്ട് സാമ്പാർ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഞാൻ കഷ്ണത്തിലിട്ട് വേവിക്കുകയാണ് ചെയ്യാറുള്ളത്. വെളിച്ചെണ്ണയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും മൂക്കുന്നതിനകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് സാമ്പാർ റെഡിയാക്കി. എന്നിട്ട് അത് അലുമിനിയം ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് മൺകലത്തിലാക്കി വെച്ചു. പിന്നെ ലേശം ഉണക്കമീൻ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ സ്രാവായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വറുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് സവോളയും കൂടി അരിഞ്ഞിട്ടിട്ട് അതും അവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾ ഇറങ്ങുകയാണേ. ഞാനും മോനുസും ആദ്യക്കുട്ടനും കൂടും. ചേട്ടാ പിന്നെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ പണി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്കിവിടെ ശനി ഞായറൊക്കെ കണക്കാണ്. അങ്ങനെ ഇതാ ഇവിടെ അച്ഛൻ്റെ ചെറിയ കാലത്തിലെ ഫോട്ടോ, ചെറിയ കാലമല്ല, ഒരു 40-45 വയസ്സുള്ളൊക്കെ സമയത്തുള്ള ഫോട്ടോ കാണിച്ച് നോക്കുകയായിരുന്നു കേട്ടോ. മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ ഭർത്താവാണ്. അമ്മേൻ്റെ ചേച്ചിയും ചേച്ചീൻ്റെ ഭർത്താവും മക്കളൊക്കെ ജോലിൻ്റെ സംബന്ധമായിട്ട് ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞു. മോന് ചേട്ടായി ഉണ്ട്. ചേട്ടായി ജോലി വയനാട്ടിലായതുകൊണ്ട് അവരവിടെ സെറ്റിലാണ്. അങ്ങനെ എന്താ പറയുക, അച്ഛന് ചെറിയൊരു പരിക്ക് പറ്റി കേട്ടോ. അച്ഛന് ഇപ്പം നിലവിൽ അച്ഛന് ഓർമ്മ ലേശം കുറവായി തുടങ്ങിയിട്ടുണ്ട്. മറവി നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. ആ കൂടെ തന്നെ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ അച്ഛൻ കഴിഞ്ഞ ദിവസം നടക്കുന്നതിനിടയിൽ ഒന്ന് തെന്നി വീണു. അപ്പോൾ ആ വീഴ്ച കുറച്ച് കാര്യമായിട്ട് വന്ന് അതുകൊണ്ടാണ് ബ്ലഡിൻ്റെ ഒരു കളറ് കണ്ണിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഴ്ചയിൽ വന്ന ഒരു ഇതാണ് കേട്ടോ അത്. അപ്പോൾ എന്താണെന്ന് പറയാം, ഞാൻ കുറച്ച് ദിവസമായി എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ. അമ്മൂത്തമ്മയും മുത്തശ്ശനൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ വീട് പണിയും അതിൻ്റെ തിരക്കും അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ജോലിക്ക് വരലും വീട്ടിലെ എല്ലാ കാര്യത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടാത്തതുകൊണ്ട് ആ സമയക്കുറവ് കൊണ്ട് ഞാൻ വല്ലപ്പോഴും വരാറുണ്ട്. പക്ഷേ ഇടയ്ക്കൊന്ന് ഓടിപ്പോകുന്ന വഴി കയറിയാൽ തന്നെ അപ്പോൾ വീഡിയോ ഒന്നും പിടിക്കാൻ അങ്ങനെ കഴിയാറുണ്ടായിരുന്നില്ല. എന്നാലും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് എനിക്കൊന്ന് 2-3 മാസത്തോളമായിട്ട് വന്നിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന് ഞാൻ കരഞ്ഞു പോയിട്ടോ അച്ഛനെ കണ്ടപ്പം. അതെന്താണെന്ന് വെച്ചാൽ മുത്തശ്ശനും അമ്മയും എന്ന് പറയുമ്പം നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും തരുന്നത്, കുട്ടിക്കാലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തരുന്നത്, നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മളെ കരുതൽ സ്നേഹം അതൊക്കെ കിട്ടിയത് ഇവരിൽ നിന്നായതുകൊണ്ടാവാം. മുത്തശ്ശനും മുത്തമ്മയെന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അച്ഛനെ പെട്ടെന്ന് ഞാൻ അന്ന് വന്നു പോയ സമയത്ത് അച്ഛന് ഇങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ മറവി ഉണ്ടെങ്കിലും ബാലൻസിൻ്റെ കുറവുണ്ടെങ്കിലും അതുകൂടിയൊക്കെ നടക്കും. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് കണ്ടപ്പോൾ ആകെ എന്തോ ഒരു വിഷമം പോലെ തോന്നിയിട്ട് എനിക്കെന്തോ സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു, വെള്ളമൊക്കെ കുടിച്ചു. ഇന്ന് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു പല പ്രാവശ്യമായിട്ട് ഞാൻ കട്ട് ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം എനിക്ക് സൗണ്ട് എന്തോ അടഞ്ഞു പോണ പോലെ, തൊണ്ടയിലെന്തോ വന്നിങ്ങനെ തടസ്സമായിട്ട് നിൽക്കണ പോലെ, ഓവർ സ്ട്രെയിൻ ചെയ്ത് പറയേണ്ട പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആത്തച്ചക്ക ഉണ്ടായിരുന്നു. അമ്മ ആത്തച്ചക്ക പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തിന്ന് ഞങ്ങളിരുന്നു. കുടുവിന് കൊടുത്തിട്ട് കുടുവിന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് അച്ഛനോടും അമ്മേനോടും കുറേ വർത്താനമൊക്കെ പറഞ്ഞ്, കൂടുതലായിട്ട് വർത്താനം എന്ന് പറഞ്ഞാൽ മക്കളെ കളി തന്നെയാണ് കേട്ടോ. കുടുവിൻ്റെ ഓരോരോ കളികളും മക്കളെ ഓരോ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്കൊരു കുഞ്ഞുവാവനെയും കൂടെ കാണാൻ പോരാനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഓർത്തു കുഞ്ഞുവാവനെ കാണാൻ നേരെ പോവാം. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ളൊരു കണക്ക് കൂട്ടൽ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഇവിടെ നിന്നും കണ്ട് കുഞ്ഞുവാവനെയും കണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഒരു ഏകദേശം സമയം വിചാരിച്ച പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് പോയതും. അപ്പോൾ മുത്തശ്ശന് ഷുഗർ ഹൈ ആണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇൻസുലിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ബാലൻസ്ഡ് ആയി പോകുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ അച്ഛനങ്ങനെ ഇപ്പം ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും കഴിക്കാൻ ഇഷ്ടമാണ്. പ്രായം അത്രയേ ആയില്ലേ, കുട്ടിക്കാലത്തിലേക്കൊരു തിരിച്ചു പോയി തുടങ്ങിയില്ലേ. അപ്പോൾ റസ്ക് എടുത്ത് കൊടുത്തപ്പോൾ പറയും, ഈ തന്നാന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ചായ ഉണ്ടാക്കിയത് മക്കൾക്കൊക്കെ കൊടുത്ത് അവർ റസ്ക്കും ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ മുത്തശ്ശനോടും മുത്തമ്മേനോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകാൻ ഇറങ്ങി കേട്ടോ.
അതിന് മുമ്പ് തന്നെ അച്ഛനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ, എന്താപ്പം വന്നത്, ഇതിലെ ഏട്ടൻ പോവുകയെന്നെയോ. അപ്പം അച്ഛന് ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയില്ല. അച്ഛൻ പിന്നെ വീണ്ടും എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. നേരം പുലരും നേരത്ത് നീയും ഇങ്ങനെ ഉറങ്ങിയാലോ. പോയി ഞങ്ങൾ പോട്ടമ്മേ. ഉണ്ടാക്കുന്നവിടെ പൊയ്ക്കോളിനാല് ഞാൻ പോയിട്ട് എല്ലാം ചെയ്യണ്ടേ. ഇതൊക്കെ കഴിച്ചണല്ലോ അല്ലേ. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി കേട്ടോ. ആദ്യകൂട്ടനും കൊടുവതാ അവിടെ ഊഞ്ഞാലായിരുന്നു. ഞങ്ങൾ നേരെ ചെന്നത് കുഞ്ഞുവാവേൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പം പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് സത്യം പറയാലോ, കടയിൽ കയറിയാൽ എൻ്റെ കണ്ണ് മുഴുവൻ ഈ പെൺകുട്ടികളുടെ ഉടുപ്പിലേക്കാണ് കേട്ടോ പോകാറുള്ളത്. കാരണം എന്തെല്ലാം മോഡലുള്ള ഉടുപ്പുകളാണ് ഈശ്വരാ, കണ്ണെടുക്കാൻ തോന്നാത്ത തരാം. അപ്പം ഞാൻ ആ ഉടുപ്പ് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവൻ ആദ്യമായിട്ട് കാണാൻ പോവുമല്ലോ, അപ്പോൾ കുഞ്ഞുവാവയ്ക്ക് ഒരു ഉടുപ്പൊക്കെ വാങ്ങി പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ പറയുക, ഒരു കുഞ്ഞുടുപ്പൊക്കെ വാങ്ങി. കുടുവിന് ഞാൻ കുഞ്ഞുവാവനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ കുടുവിന് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ആദ്യക്കുട്ടനും കുടുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാൻ നോക്കിയിട്ട് പക്ഷെ അവൻ സമ്മതിച്ചില്ല. പക്ഷേ അവനിങ്ങനെ എന്താ പറയുക, ചുറ്റിനും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞുവാവ നല്ല ഉറക്കമാണ്. ഞങ്ങൾ ചെന്ന് മോള് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ആ കുടു ഓടി വന്ന് എൻ്റെ പുറത്ത് കയറിയപ്പോൾ എനിക്ക് പേടിയായി. കുടുവിൻ്റെ കൈ കുഞ്ഞാവിനെ മേത്ത് കൊണ്ടുവന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മെല്ലെ കണ്ടൊന്ന് തട്ടിയുള്ളൂ. ദൈവം സഹായിച്ചിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. ഞാൻ പേടിച്ചു പോയേ. അത് ഞാൻ ചാടി എഴുന്നേറ്റത് അവിടുന്ന്. അപ്പോൾ അവളൊന്ന് നിവർന്ന് കണ്ണൊക്കെ തുറന്നൊന്ന് നോക്കി, എന്താണ് ഇവരെന്നെ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. കുഞ്ഞിപ്പെണ്ണ് എന്നിട്ടും പിന്നെ ഉറങ്ങുക തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കൊണ്ടോട്ടെ, ഞാൻ അതാരാത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നമ്മുടെ വീടിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മളെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് കേട്ടോ വീട്. അപ്പോൾ അവിടുന്ന് നേരെ വന്നു വീടൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യക്കൂട്ടൻ ഓടി വന്നു കേട്ടോ. ഞാനൊരു നന നനച്ച് കഴിഞ്ഞപ്പോഴത്തേ ആദ്യക്കൂട്ടൻ ഓടി വന്നു. പിന്നെ അവൻ്റെ വക അവനും നനച്ചു. അങ്ങനെ നനയൊക്കെ കഴിഞ്ഞ് അവിടെ ഷൈൻ ചേച്ചിയും രാജിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ. അപ്പോൾ അവരോടൊക്കെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, മെല്ലെ വീട്ടിലോട്ട് കയറിട്ടോ. അപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വിശന്ന് വിറയ്ക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. എടാ നീ പോരുമ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുപോകാട്ടോ. എടാ നോക്കി വിശന്നിട്ട് കണ്ടോ, വിറക്കിയാണ്ടോ കവിയൊക്കെ വിറയ്ക്കുന്നതാണ്. എന്തൊരു മെസ്സിനാന്ന് തന്നെ അറിയില്ല. ഇതാ ആദ്യമല്ലേ അത് കൂടുതലാണ്. തൈരും സാമ്പാറും ഒഴിക്കുമ്പോൾ നല്ല രസമാണ്. സാമ്പാറിൽ തൈരും കൂടി വെച്ച് എന്താ ഞാൻ കപ്പില്ല, നീ ഒരു ഗ്ലാസ്സിൽ കൊണ്ടുവരാൻ മതി. അല്ലെങ്കിൽ ഒരു ചെരുവോ അങ്ങനെ എന്തെങ്കിലും എടുത്തോ. എൻ്റെ ദേവി, ഇതെന്താടാ? ഇരിക്കണം. എന്തൊരു പരവേശം എടുക്കല. ഫാൻ ഇട്ടോ, ഞേ ഫാൻ ഇടാലോ. അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞനുസരിച്ച്. അപ്പൊ ചോറ് ഞാല്ലേ എൻ്റെ പൊന്നോ. സാമ്പാറും തൈരും ഒഴിച്ചിട്ട് ഒരു കഷ്ണം ഉണക്കമീനും. വാവ്, ഇവിടെ എൻ്റെ വായിലേക്ക് നോക്കിക്കാം. കുടുവിന് അടി കിട്ടി.
അമ്മ ഉപ്പിട്ടതാടാ. ആ എന്നാ വേണേ രസം എടുത്തോട്ടോ. എല്ലാം കൊണ്ടുവന്ന് വെച്ച് ഇരുന്നതായിരുന്നു, പക്ഷെ വെള്ളം എടുക്കാൻ മറന്നുകൊണ്ടായിരുന്നു. അപ്പം മോന് വെള്ളം കൊണ്ടുവന്ന് വെച്ചോണ്ട് വലിയൊരു ചെരുവത്തിൽ അപ്പോൾ ഇനി ഒന്നും പറയാനേ കഴിയില്ല, വിശന്ന് പിടുത്തം വിട്ടു. അപ്പോൾ ഞങ്ങൾ ചോറിനിട്ട് കേട്ടോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.